വളരെ ശ്രദ്ധാപൂർവം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് UDF മുന്നേറുന്നു, കോൺഗ്രസ് മുന്നേറുന്നു. അതിന്റെ ഒരു സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. UDFന്റെ അഭിമാന മണ്ഡലമായ ആറന്മുളയിൽ വീണ ജോർജിനെ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ തറപറ്റിക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന തുറുപ്പുചീട്ട് അച്ചു ഉമ്മനാണ്. അച്ചു ഉമ്മൻ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പൊന്നുമകൾ അച്ചു ഉമ്മൻ. അച്ചു ഉമ്മനെ ആറന്മുളയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ബ്രേക്കിംഗ് ന്യൂസ്. ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് UDF എടുത്തിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു തീരുമാനം. ആ തീരുമാനം UDF എടുത്തതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ആഗ്രഹിച്ചത് അച്ചു ഉമ്മൻ മത്സരിക്കണമെന്നായിരുന്നു പുതുപ്പള്ളിയിൽ. പക്ഷേ ചാണ്ടി ഉമ്മൻ മത്സരിച്ച് വിജയിച്ചു. അച്ചു ഉമ്മൻ അന്ന് സജീവ രാഷ്ട്രീയത്തിൽ മാറി നിന്നു എങ്കിലും അവർ ശക്തമായി തന്നെ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നു എന്നുള്ളതും ശ്രദ്ധേയം. ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന അച്ചു ഉമ്മനെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി കളിക്കാൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ആറന്മുളയിൽ 2 പ്രാവശ്യം തുടർച്ചയായി വിജയിച്ചു വീണ ജോർജ്. വീണ ജോർജിനെതിരെ ഒരുപാട് പരാതികളുണ്ട്, പാർട്ടി വൃത്തങ്ങളിലും അല്ലാതെയും. നമ്മുടെ MLA പ്രതിഭാഹരി പറഞ്ഞത് വീണ ജോർജ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ വീണ ജോർജിനെതിരെയുണ്ട്. പക്ഷേ അചഞ്ചലമായി 2ാം തവണയും വിജയിച്ചു വീണ ജോർജ്. ആറന്മുളയിൽ വീണ ജോർജിനെ മലർത്തിയടിക്കണമെങ്കിൽ അത്രയും ഗ്ലാമർ താരം വേണം എന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് UDFന് ലഭിച്ചിരിക്കുന്നു, കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അച്ചു ഉമ്മനെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കാൻ അവർ തീരുമാനിച്ചത്. അച്ചു ഉമ്മനോട് ആറന്മുളയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. അച്ചു ഉമ്മൻ ആറന്മുളയിൽ മത്സരിച്ചാൽ വീണ ജോർജിനെ ഈസിയായി തോൽപ്പിക്കാം എന്നുള്ള സത്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശിവാസൻ നായരെ തോൽപ്പിച്ചാണ് വീണ ജോർജ് രംഗത്ത് വരുന്നത്. ശിവാസൻ നായർ ആറന്മുളയിൽ ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല. ഇതാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നതും. സ്വാധീനമുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അച്ചു ഉമ്മൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ മത്സരം കടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അച്ചു ഉമ്മൻ വീണ ജോർജിനെതിരെ മത്സരിക്കുമ്പോൾ വീണ ജോർജ് വലിയ പ്രതിസന്ധിയിലാകും എന്നതും ഉറപ്പാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഗ്ലാമർ മന്ത്രിയാണ് വീണ ജോർജ്. മാധ്യമ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വീണ ജോർജിന്റെ വിജയം മാധ്യമപ്രവർത്തകർക്കും ആവേശമാണ്. മാധ്യമപ്രവർത്തകരോട് എപ്പോഴും നന്നായി പെരുമാറുന്ന വീണ ജോർജ്, മാധ്യമപ്രവർത്തകരോട് എപ്പോഴും സമരസപ്പെടുന്ന വീണ ജോർജ്, അതൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ആവേശമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് യുദ്ധം വരുമ്പോൾ ശക്തമായി വീണ ജോർജിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി അച്ചു ഉമ്മനാണ് എന്നതും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അച്ചു ഉമ്മൻ ലാളിത്യമാർന്ന ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഒരു ആഗ്രഹം. പക്ഷേ അച്ചു ഉമ്മൻ അധികാര
അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. തന്റേതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി സജീവമായിരുന്നു അവർ. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ അതിൽ അച്ചു ഉമ്മന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ഇപ്പോൾ UDF ബുദ്ധിപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിക്കാൻ അച്ചു ഉമ്മനെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് UDF അല്ല, കോൺഗ്രസ്. അച്ചു ഉമ്മൻ ആറന്മുളയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ആ ആത്മവിശ്വാസം ഏറെക്കുറെ ശരിയുമാണ്. അച്ചു ഉമ്മന് കോൺഗ്രസുകാർക്കിടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിക്കാൻ അവർക്ക് കഴിയും. അത് അവരുടെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. അച്ചു ഉമ്മൻ കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നു. പക്ഷേ അവരെ തിരിച്ചു കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിന്റെ തിലകക്കുറിയാക്കി മാറ്റാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ ബുദ്ധിപരമായ നീക്കങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബുദ്ധിപരമായി നീങ്ങിയില്ലെങ്കിൽ 2026 നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ UDF എന്ന പ്രസ്ഥാനം ഇല്ലാതായി മാറും. UDF ഒന്നുമല്ലാതായി മാറും. UDF വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങായി മാറും. അത് UDF തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിലെ നേതാക്കൾ, മന്ത്രിമാർ ഒക്കെ മത്സരിക്കുന്ന കേന്ദ്രങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്താൻ UDFനെ പ്രേരിപ്പിക്കുന്നു. ആ പ്രേരണ നല്ലതാണ്. ഈ ഒരു തിരിച്ചറിവ് UDFന് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീണ ജോർജ് കുറെ കാലമായി വിവാദങ്ങളിൽ പെട്ടു നിൽക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ വീണ ജോർജ് വലിയൊരു തലവേദനയാവുന്ന സ്ഥിതിയാണ്. വീണ ജോർജ് വലിയൊരു തലവേദനയായി സ്വന്തം പാർട്ടിക്കാർക്ക് മേൽ നിൽക്കുന്നു. പ്രതിഭാഹരി അടക്കമുള്ള സ്വന്തം പാർട്ടിക്കാരുടെ MLAമാർ വീണ ജോർജിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. മാധ്യമ പ്രവർത്തകയായി വന്ന വീണ ജോർജ് ആറന്മുളയിൽ ആദ്യം നേടിയത് അട്ടിമറി വിജയമാണ്. രണ്ടാമതും അവർ വിജയം കൊയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി. ആരോഗ്യവകുപ്പ് മന്ത്രിയായി വിലസിയ ശൈലജ ടീച്ചറെ തകർത്തുകൊണ്ട് ശൈലജ ടീച്ചറെ ഒന്നുമല്ലാതാക്കി മാറ്റിക്കൊണ്ട് CPM വീണ ജോർജിനെ മന്ത്രിയാക്കി. പക്ഷേ ഇനി ആറന്മുള തങ്ങളുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരണം, ആറന്മുള മണ്ഡലം തങ്ങളുടേതാകണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ആറന്മുള കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്നു. കടമനിട്ട രാമകൃഷ്ണനിലൂടെയാണ് CPM ആറന്മുള പിടിച്ചെടുത്തത്. പിന്നീട് വീണ ജോർജിലൂടെ ആറന്മുളയിൽ CPM ആധിപത്യം സ്ഥാപിച്ചു. അതാണ് CPMന്റെ കരുത്ത്. വീണ ജോർജിലൂടെ ആധിപത്യം സ്ഥാപിച്ച CPMന്റെ കൊടുക്കീഴിൽ നിന്ന് ആറന്മുളയെ മാറ്റിയെടുക്കാൻ ത്രിവർണ പതാകയുമായി അച്ചു ഉമ്മൻ വരുന്നു.